ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യാം. ടെക്സ്റ്റിലെ എക്സസൈസ് അല്ല, എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതെന്ന്, ഒരു പ്രോബ്ലം തന്നെ പല രീതിയിൽ ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇവിടെ നോക്കി, ഫസ്റ്റ് ടേം 10 ആണ്. സം ഓഫ് 5 ടേംസ് തന്നിട്ടുണ്ട് 250. അപ്പോൾ 5 ടേംസ് ഉണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട്. നമ്മൾ ഇതിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കണം. അതായത് ഈ 5 ടേംസ് സീക്വൻസ് കണ്ടുപിടിക്കണം. ആകെ തന്നിരിക്കുന്ന ഫസ്റ്റ് ടേമും പിന്നെ അവരുടെ സമ്മും നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. നമുക്ക് ആ 5 ടേംസിനെ ഒന്ന് എഴുതിയാലോ. 5 ടേംസ്. അപ്പം ഞാൻ ഫസ്റ്റ് ടേമിനെ എഫ് എന്നും, ഫസ്റ്റ് ടേമിന് ഞാൻ കൊടുത്തു എഫ്, ഫസ്റ്റ് ടേം. അപ്പം സെക്കൻഡ് ടേം എന്നായിരിക്കും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അവർക്കൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഞാൻ ഡി എന്ന് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ഞാൻ ഇങ്ങനെ എഴുതാവേ, ഫസ്റ്റ് ടേം എഫ് ആണെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുന്ന? ഒരു കോമൺ ഡിഫറൻസ്. അപ്പം ഞാൻ എഫ് പ്ലസ് 1D. അപ്പം തേർഡ് ടേം എന്നായിരിക്കും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും. അതായത് 3D. ആൻഡ് ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 4 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും. ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. 1 2 3 4 5 ആണോ? ഇതൊരു 5 ടേം ഉള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കണ്ടോ, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ സെക്കൻഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 കോമൺ ഡിഫറൻസ്. 2 കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഡിഫറൻസ് 1. 2 കോമൺ ഡിഫറൻസ് ആകുമ്പോൾ എത്രയാണ്? 2. 2 കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ തേർഡ് ടേം കിട്ടി. കണ്ടോ? ഇനി ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്രയാ? 4 കിട്ടുന്നുണ്ട്. എത്ര കോമൺ ഡിഫറൻസ് കൂട്ടി? 3 കോമൺ ഡിഫറൻസ്. 3 കൂടെ കൂട്ടി. 1 2 3 കോമൺ ഡിഫറൻസ് കൂട്ടി. ഇപ്പം ഫോർത്ത് ടേം കിട്ടി. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 4 കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ 5 കിട്ടി. അതാണ് ഈ എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായി? അപ്പം നമുക്ക് ഇങ്ങനെ എത്ര ടേം വേണമെങ്കിലും നമുക്ക് എഴുതാം. നമുക്ക് അതായത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, നമുക്ക് ഡെഫിനിറ്റ് കോമൺ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഇങ്ങനെ എഴുതിയത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എഫ് എടുത്തു, എഫ് ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് ഡി, സെക്കൻഡ് ടേം 1D. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്രയെന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 250. അപ്പം ഞാനൊന്ന് എഴുതാൻ പോവാണ്. എഫും എഫ് പ്ലസ് 1D സെക്കൻഡ് ടേമും, എഫ് പ്ലസ് 2D തേർഡ് ടേമും, എഫ് പ്ലസ് 3D ഫോർത്ത് ടേമും, എഫ് പ്ലസ് 4D ഫിഫ്ത്ത് ടേമും കൂടെ കൂട്ടിയാൽ ആൻസർ 250. മനസ്സിലായോ? ഇനി എത്ര എഫ് ഉണ്ട് ഇവിടെ? നമുക്ക് എഫ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 1 2 3 4 5 എഫ് ഉണ്ട്. അപ്പം നമ്മൾ എന്നാ എഴുതി? 5F പ്ലസ്, ഇതെല്ലാം പ്ലസ് ചെയ്യാനാണ്, പിന്നെ പ്രശ്നമില്ല. ഇനി എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? ഇവിടെ 1, ഇവിടെ 2 കോമൺ ഡിഫറൻസ്, ഇവിടെ 3 കോമൺ ഡിഫറൻസ്, ഇവിടെ 4 കോമൺ ഡിഫറൻസ്. എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ. 3 7 7 9 1 10 കോമൺ ഡിഫറൻസ്. 10 കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇസ് ഈക്വൽ ടു, അതിൻ്റെ ആൻസർ എത്ര വരും? 250. നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, എഫ് തന്നിട്ടുണ്ട്. അവർ എത്രയാ? 10. അപ്പം ഞാൻ 5F എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എഫ്, ഫസ്റ്റ് ടേമിൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്തു. പ്ലസ് ഇതൊരു ടേം, ഈ ഭാഗം 10D ഇസ് ഈക്വൽ ടു 250. ഇനി 10 ഇൻറ്റു 5 എത്രയാ? 50. 50 പ്ലസ് 10D ഇസ് ഈക്വൽ ടു 250. ഇത്ര മനസ്സിലായില്ലേ? ബാക്കി ഇവിടെ എഴുതാവേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഡിയുടെ വില മാത്രമായിട്ട് കണ്ടുപിടിക്കണം. അപ്പം ഡിയെ മാത്രം നമ്മൾ അവിടെ ഇടുക. ഡിയെ മാത്രം ഇട്ടേ. അപ്പം ഈ 50യെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. നമ്മൾ അങ്ങോട്ടായി ഈക്വലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ ഇവർ നേരെ ഇവരുടെ കളം മാറും. എന്താ ഇവിടെ എന്ത് ചെയ്തവരാ? ഇവിടെ ചെയ്തവർ നേരെ ഓപ്പോസിറ്റ് ആയി പോകും. ഇവിടെ 50 എന്ന് പറയുന്നത് പ്ലസ് ആണ്, പ്ലസ് സൈൻ അല്ലേ. അപ്പം ഇപ്പുറത്ത് വരുമ്പോൾ ഇവർ എന്തായിട്ട് മാറും? മൈനസ് സൈൻ ആകും. അപ്പം ആരിവിടെ കിടപ്പുണ്ട്? 10D ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ 10D മാത്രം ഇവിടെ എഴുതുവാണ്. ഇപ്പുറത്ത് ആര് കിടപ്പുണ്ട്? ഓൾറെഡി 250 കിടപ്പുണ്ട്. എപ്പോഴും അവിടെ ഉള്ളവർക്കാണ് ആദ്യത്തെ സ്ഥാനം, പിന്നെ ഉള്ളു വരുന്നവരെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം 250 അവിടെ കിടന്നത് കൊണ്ട് ഇനി പതിയെ 50 അങ്ങോട്ട് പോവാം. ഇവിടുന്ന് എങ്ങനെ പോവാണ്?
കളറൊക്കെ മാറി ചവിട്ടി അപ്പുറത്ത് ചെന്ന് 50 -50 ആയിട്ട് മാറി. ഓക്കെ, അപ്പം 10D എന്ന് പറഞ്ഞാൽ 250 50 കുറച്ച് എപ്പോൾ എത്ര വരും? 200 അല്ലേ? ഇനി നമുക്ക് ഡി ഒറ്റയ്ക്കാക്കണ്ടേ? ഡി ഒറ്റയ്ക്കാക്കുമ്പോൾ കൂടെ കിടക്കുന്ന ആരാ? 10 അപ്പുറത്ത് പോകും, അവരും മാറും. ഇവിടെ 10ഉം ഡിയും കൂടെ എന്ത് ചെയ്യുക? 10D എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. 10 × D എന്ന് പറഞ്ഞാൽ 10D, 10 × D എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത ആൾ എന്ത് ചെയ്യും? അപ്പുറത്ത് പോയിട്ട് ഡിവിഷൻ ചെയ്യും അല്ലേ? അപ്പൊ 200 അവിടെ കിടക്കുന്ന ആള് 200 / 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമല്ലേ? ഓരോ 0 ക്യാൻസൽ ആയി. അപ്പൊ ഡി എത്രയെന്ന് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. D = 20. ഇതൊന്ന് ഞാൻ കളയുവാണ്, നമുക്ക് എഴുതാം. ടേംസ് എഴുതണ്ടേ നമുക്ക്? 20. അപ്പൊ കോമൺ ഡിഫറൻസ് 20 കിട്ടി. ഇനി നമ്മുടെ സീക്വൻസ് എഴുതാൻ പോവാം. അരിത്തമെറ്റിക് മൊത്തം എഴുതുന്നില്ല. അരിത്തമെറ്റിക് സീക്വൻസ് = ഫസ്റ്റ് ടേം വന്നിട്ടുണ്ടായിരുന്നു എത്രയാ? 10. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് എത്രയാ? ഫസ്റ്റ് ടേം 10, അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 20. ആഡ് ചെയ്തേ, ഇപ്പം എത്ര വന്നു? 30 ആണോ? ഇനി നെക്സ്റ്റ് ടേം എത്രയാ? നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോരെ. എത്രയാണ് കോമൺ ഡിഫറൻസ്? 20. 30 + 20 50. ഇനി 50 + 20 70. 70 + 20 90. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തടുത്ത ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് വെറുതെ ആഡ് ചെയ്ത് പോയാൽ മതി. ഇനി അങ്ങനെ അല്ല വേണ്ടെങ്കിൽ ഫസ്റ്റ് ടേം അപ്പം സെക്കൻഡ് ടേം പറഞ്ഞാൽ എഫിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ്, അതായത് 10 + ഒരു കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ ഒരു 20 കണ്ടോ. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ 2 കോമൺ ഡിഫറൻസ് 2, അപ്പം 20 20 40 കണ്ടോ, 50 കിട്ടിയില്ലേ. ഇതെന്ന് പറഞ്ഞാൽ 10ൻ്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് 60 കണ്ടോ. 60 + 7 8 കിട്ടി. അങ്ങനെ കിട്ടും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലായോ മക്കളെ? ഈ ടൈപ്പ് പ്രോബ്ലംസ് വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് എളുപ്പമല്ലേ? നമുക്ക് ഈ ടേംസിന് F+1D F+D അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മുടെ സാധാ കാൽക്കുലേഷൻ അഡീഷൻ ഒക്കെ വരുന്നുള്ളൂ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടു നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തരുന്നതാണ്, ഇതിൻ്റെ മോഡൽസ് തരുന്നതാണ്. അപ്പം ഇത് കാണുക, 2 പ്രാവശ്യം കാണുക, ഇതൊന്ന് ചെയ്ത് നോക്കുക. ശരിയാവുന്നേ? ശരിയാതെ ഉറപ്പാണ് അല്ലേ? ഓക്കെ മക്കളെ, എല്ലാവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.